ബി.കെ. സുഹൈൽ എനിക്കൊപ്പം ചേരുകയാണ്. സുഹൈൽ, ഇറാന്റെ തിരിച്ചടിയെ അളക്കുന്നതിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു പോയെന്ന് കൂടി നോക്കണം. ഒരു പക്ഷേ ഇസ്രായേലിലേക്ക് മാത്രം ഇതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയ സ്ഥലത്താണ് ഇപ്പോൾ അമേരിക്കയുടെ എയർബേസുകൾ, നാവിക ബേസുകൾ ഇതെല്ലാം ലക്ഷ്യമിട്ട് ഇറാന്റെ തിരിച്ചടി വരുന്നത്. ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഈ തിരിച്ചടി ഇങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. മഹേഷ്, ഇത് നേരത്തെ തന്നെ ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചതാണ്. കാരണം ഇവിടങ്ങളിലേക്ക് തന്നെ അടി ഉണ്ടാകും എന്ന് അമേരിക്കക്ക് അറിയാമായിരുന്നു, ഇസ്രായേലിന് അറിയാമായിരുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ നിരന്തരമായി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, സംഘർഷങ്ങൾ പരമാവധി ലഘൂകരിക്കണം, നമുക്കൊരു സമവായത്തിലേക്ക് പോകാം എന്ന് പറയുകയും ഒമാന്റെ മധ്യസ്ഥതയിൽ പലതവണ ചർച്ചകൾ നടക്കുന്നത് ഈ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗൾഫ് മേഖലയിലേക്ക് തിരിച്ചടി വന്നതോടുകൂടി അവിടെയുള്ള സാമ്പത്തിക മേഖലയടക്കം വലിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്കും അതേപോലെ തന്നെ അനിശ്ചിതത്തിൽ നീങ്ങുകയാണ്. ഇപ്പോൾ ഖത്തർ നോക്കുകയാണെങ്കിൽ ഇത് ഓർഡറിൽ തന്നെയാണ് ഇതിന്റെ അറ്റാക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ വാർത്ത വന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിലാണ് ഗൾഫിലെ ഏറ്റവും വലിയ US എയർബേസ് നിലനിൽക്കുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ സെൻകോമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് ഈ അൽ-ഉദൈദ് എന്ന് പറയുന്ന ഈ താവളത്തിലാണ്. അപ്പോൾ ആദ്യത്തെ അറ്റാക്ക് നടന്നത് അവിടെയാണ്. രണ്ടാമത്തെ ഒരു താവളം എന്ന് പറയുന്നത് ബഹ്റൈനിലാണ്. അവരുടെ നേവൽ സപ്പോർട്ടിന്റെ അടിസ്ഥാനം നിൽക്കുന്നത് 5ാം കപ്പൽ പടയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്ന ബഹ്റൈനിലാണ്. രണ്ടാമത്തെ ആക്രമണം നടന്നത് അവിടെയാണ്. മൂന്നാമത്തേത് കുവൈത്തിലാണ്. കുവൈത്തിലെ അരിഫ്ജാൻ എന്ന് പറയുന്ന എയർബേസ് ഇറാഖ് യുദ്ധകാലത്തടക്കം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ബേസാണ്. പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കേന്ദ്രം കൂടിയാണ്. മൂന്നാമത്തെ വാർത്ത നമ്മൾ വന്നത് കുവൈത്തിൽ നിന്നാണ്. പിന്നീട് UAE നിന്ന് വരുന്നു. ഇപ്പോൾ അബുദാബിയിൽ നിന്നടക്കം ആക്രമണങ്ങൾ വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. തീർച്ചയായും ഒമാനും സൗദി അറേബ്യയും എല്ലാം അവരുടെ ടാർഗറ്റിൽ തന്നെ പെട്ടതാണ്. അവിടങ്ങളിലെല്ലാം തന്നെ അമേരിക്കക്ക് ബേസുകളുമുണ്ട്. ഒമാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ എയർബേസ് ഉണ്ട്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ പ്രിൻസ് സുൽത്താൻ എയർബേസ്. ഞങ്ങളുടെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ സൗദിയിലുള്ള സൈനിക ബേസ് അതിന് ഉപയോഗപ്പെടുത്തരുത് എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ അതൊക്കെ ചെവിക്കൊള്ളാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ല, വ്യാപകമായി ഇറാന്റെ തിരിച്ചടി വരുമ്പോൾ സ്വാഭാവികമായും സൗദിയും കുറെ കൂടി ജാഗ്രതയിലായിരിക്കും. ഇപ്പോൾ UAEയും സൗദിയുമാണ് തങ്ങളുടെ വ്യോമപാത ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്ന് ട്രംപിനോട് പറഞ്ഞത്. പക്ഷേ ട്രംപ് അതൊന്നും ചെവിക്കൊള്ളാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. കാരണം ഈ തരത്തിലുള്ള ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഈ എല്ലാ രാജ്യങ്ങളും, എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലെയും എയർബേസുകളിൽ വൻതോതിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ മാത്രം ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുള്ള സന്നാഹങ്ങൾ നടത്തിയിട്ടുള്ള യുദ്ധ സംവിധാനങ്ങൾ കൊണ്ട് ഒരു 3 ആഴ്ചയിൽ അപ്പുറം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. യുദ്ധ വിദഗ്ധരെല്ലാം പറയുന്നത് 3 ആഴ്ചക്കകം മുന്നോട്ട് പോകാൻ